ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CP വ്ളോഗ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിൻ്റെ ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിൽ നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമേഴ്സിനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണുന്ന ഭാഗം നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിൻ്റെ ഹോം പേജാണ്. ഇവിടെ നമുക്ക് ലോഗോ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്ലിക്ക് ടു കോൾ, ഒറ്റ ക്ലിക്കിൽ കോൾ നമുക്ക് വരുന്ന രീതിയിലുള്ള ബട്ടൺ ഉണ്ട്. ഇവിടെ വാട്സാപ്പിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ അയക്കാനുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ടു കോൾ അമർത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ നമ്പർ ഡിസ്പ്ലേ ആയിട്ട് അതിനകത്തേക്ക് കോൾ ചെയ്യാനുള്ള പാകത്തിൽ ഓപ്പൺ ആയിട്ട് വരും ഫോണിൻ്റെ ഡയലർ. അപ്പോൾ ആ രീതിയിലാണ് ആ ഒരു ബട്ടൺ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു ബട്ടൺ എന്ന് പറയുന്നത് വാട്സാപ്പിൻ്റെ ബട്ടനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ കസ്റ്റമറുടെ ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ആവുകയും ഡയറക്റ്റ് നമുക്ക് വാട്സാപ്പ് വരുന്ന രീതിയിൽ അവർക്ക് മെസ്സേജ് അയക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് വരികയും നമുക്ക് ഡയറക്റ്റ് അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ നമ്പർ ഇപ്പോൾ കൊടുത്തിട്ടുള്ള നമ്പർ ഒരു ഫേക്ക് നമ്പർ ആയതുകൊണ്ട്, ഡെമോ കാർഡ് ആയതുകൊണ്ട് അതിനകത്ത് വാട്സാപ്പ് ഇല്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ മെയിൽ, തൊട്ടപ്പുറത്ത് മെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ, അതായത് ഈ കസ്റ്റമറുടെ മൊബൈലിൽ ഏത് മെയിലാണോ ഉപയോഗിക്കുന്നത് ആ മെയിൽ സെലക്ട് ചെയ്യാനായിട്ട് പറയും. ആ മെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജിമെയിലോ ഏത് മെയിൽ ക്ലയൻ്റാണ് അവർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ മെയിൽ വെച്ചിട്ട് നമുക്ക് മെയിൽ അയക്കാനായിട്ട് അവർക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് വെബ്സൈറ്റിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിന് സ്വന്തമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അത് ഓൾറെഡി കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. ഡെമോ കാർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തൊട്ട് താഴെയുള്ള ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ 2 കോൾ ബട്ടൺ കാണാം. അതിൻ്റെ താഴെ മെയിൽ ബട്ടൺ കാണാം. അപ്പോൾ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ തന്നെയാണ് അവിടെയും വർക്കിംഗ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഏത് നമ്പറിലേക്കും, നമുക്ക് പരിചയമില്ലാത്ത ഏത് നമ്പറിലേക്കും നമ്മുടെ വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. വാട്സാപ്പ് വഴിയോ SMS വഴിയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഏത് മൊബൈൽ നമ്പറിലേക്കാണോ നമുക്ക് അയക്കേണ്ടത് വെച്ചാൽ ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ആ നമ്പർ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്ത് ഇത്രയും ഓപ്ഷൻസ് വരും. വാട്സാപ്പ് വേണം, SMS വേണം, ഫേസ്ബുക്ക് വേണം, നല്ല രീതിയിൽ ചോദിക്കും. അപ്പോൾ നമുക്ക് വാട്സാപ്പിലോ SMSലോ നമുക്കത് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പരിചയമില്ലാത്തൊരു കസ്റ്റമറുടെ നമ്പറിലേക്ക് വരെ നമുക്ക് നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, നമ്പർ എല്ലാവരുടെയും നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത് വയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ പുതുതായിട്ട് വരുന്നൊരു കസ്റ്റമർക്ക് പോലും നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ. ഇനി തൊട്ട് താഴെ നമുക്ക് കാണുന്നൊരു ഓപ്ഷൻ സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ താഴെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നമുക്ക് കൊടുക്കാം. അവിടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, അതിൻ്റെയൊക്കെ ലിങ്കുകൾ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയാണ് ഈ സ്കാൻ QR കോഡ് ടു ഡൗൺലോഡ് ദ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ NFC കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമുക്ക് QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് കസ്റ്റമർക്ക് കിട്ടുന്ന പോലത്തെ ഒരു കാർഡ്സാണത്, NFC കാർഡ്സ്. അത് പിന്നെ നമുക്ക് ഇൻഫ്രാറെഡ് ആ സ്കാനർ വെച്ചിട്ടത് ജസ്റ്റ് സ്കാൻ ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു പ്രിൻറ്റഡ് കാർഡിൽ ഈ QR കോഡ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ അതിൻ്റെ താഴെ അബൌട്ട് അസ് എന്നുള്ള ഒരു സെക്ഷനാണ്. അവിടെ നമ്മുടെ കമ്പനി തുടങ്ങിയ വർഷം ഡീറ്റെയിൽസൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ അതിൻ്റെ താഴെ അവർ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അതിൻ്റെ താഴെ എൻക്വയറി എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ഈ കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ വാട്സാപ്പിലേക്ക് അവരുടെ നിന്ന് മെസ്സേജ് വരുന്ന പോലെ വരും. ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് മെസ്സേജ് വരുന്ന പോലെ വരും. ഇതിപ്പോൾ ഈ ഫോൺ നമ്പർ വാട്സാപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ വാട്സാപ്പ് ഓപ്പൺ ആവാത്തത്. അത് നമ്മളൊരു ഡെമോ ആയിട്ട് വെച്ചിട്ടുള്ള നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് അടുത്തൊരു ഇത് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ താഴെ നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ്, 20ഓളം പ്രൊഡക്ട്സ് നമുക്കിങ്ങനെ ലിസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ യൂട്യൂബ് വീഡിയോസ്, ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ നമ്മുടെ സർവീസസിനും എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്ന യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5 യൂട്യൂബ് ലിങ്കുകൾ നമുക്ക് വെക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഇ-കൊമേഴ്സിൻ്റെ രീതിയിലുള്ള ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിൽ ഏറ്റവും താഴെയായിട്ട് നമ്മളിങ്ങനെ ഓരോ കാറ്റഗറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഹോം ക്ലിക്ക് ചെയ്താൽ ഹോമിൽ പോവും, അബൌട്ട് അസ് ക്ലിക്ക് ചെയ്താൽ അബൌട്ട് അസിൽ പോവും.
പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ക്ലിക്ക് ചെയ്താൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിലേക്ക് എത്തും. അതിന് അപ്പുറത്ത് ഷോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ താഴത്തെയുള്ള സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസാണ്. അതിങ്ങനെ താഴെ സ്ക്രോൾ ചെയ്തിട്ട് നീക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സ്ക്രോൾ ചെയ്ത് നീക്കിയിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് നീക്കിയിട്ട് അതുപോലെ ഷോപ്പാണെങ്കിൽ ആവശ്യമുള്ള ഷോപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷോപ്പിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ റേറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് അതൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കതിൻ്റെ താഴെ അതിൻ്റെ അപ്പുറത്ത് ഗാലറി ഉണ്ട്. ഗാലറിയിൽ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും ഇമേജസ് എല്ലാം കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാനെങ്കിൽ അത് കാണാം, കസ്റ്റമേഴ്സിന് അത് കണ്ടിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ തുണിത്തരങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കണ്ടിട്ട് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത യൂട്യൂബ് വീഡിയോസിൻ്റെ ബട്ടനാണ്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ലിങ്ക്സ് കാണും. നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് കാണാനായിട്ട് സാധിക്കും. പിന്നെ തൊട്ടപ്പുറത്ത് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇപ്പോൾ ഒരു സാധനം വേണം, ഒരു പ്രൊഡക്റ്റ് വേണം. അപ്പോൾ അവർക്ക് നമുക്ക് കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്ക് പേയ്മെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള ഗൂഗിൾ പേ നമ്പർ, അതുപോലെ ഫോൺ പേ നമ്പർ, അതുപോലെ പേടിഎം നമ്പറൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡയറക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനും താഴെ നമുക്ക് QR കോഡ്, നമുക്കൊരു 3 QR കോഡ് വരെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ആപ്സിൻ്റെ QR കോഡ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് ഇത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സുകാരന് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ പൈസ കിട്ടും. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ മറ്റ് വെബ്സൈറ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലാണ് ആദ്യം പേയ്മെൻറ്റ് വരിക. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബിസിനസ്സുകാരന് പൈസ കിട്ടുക. T+2 ആണ് അവരുടെ ഒരു ട്രാൻസാക്ഷൻ ടൈം. ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് കസ്റ്റമർ പേയ്മെൻറ്റ് നടത്തുന്ന അതേ മൊമെൻറ്റിൽ തന്നെ ബിസിനസ്സുകാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പൈസ വരും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കോൺടാക്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എൻക്വയറി ഫോമാണ്. എൻക്വയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ കോൺടാക്റ്റേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് സെൻഡ് കൊടുത്താൽ ഡയറക്റ്റ് നമ്മുടെ വാട്സാപ്പിൽ അവരുടെ ഒരു മെസ്സേജ് വരുന്നത് പോലെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്തരം രീതിയിലുള്ള ഫങ്ഷനാലിറ്റീസാണ് നമുക്ക് ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന്, നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും, നമ്മുടെ ഫോണിൽ കോൺടാക്ട്സ് സേവ് ചെയ്യാത്ത കസ്റ്റമേഴ്സിന് വരെ നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അതിലൂടെ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് വളർത്താനും നമുക്ക് സാധിക്കും. ഇതിന് വെറും 500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ പ്രൊമോഷൻ സമയത്ത് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു 500 രൂപ വർത്തുള്ള ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. 500 രൂപ വില വരുന്ന ബ്ലൂടൂത്തിൻ്റെ ഇയർബഡ്സാണ് ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഉപയോഗപ്പെടുത്തി ഈ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ഉയർച്ചയിലെത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.